ഹായ് എവ്രിവൺ. അമിതമായി അതിരുകളില്ലാതെ സ്നേഹിക്കുകയും ലാളിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കളാണോ നിങ്ങൾ? എന്നാൽ ഈ വീഡിയോ ഉറപ്പായും കാണുക. കഴിഞ്ഞ വീഡിയോയിൽ ഇമ്പോർട്ടൻസ് ഓഫ് പാരൻറ്റിങ്, അതേപോലെ പാരൻറ്റിങ്ങിൻ്റെ വ്യത്യസ്ത രീതികളെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിൽ ന്യൂജൻ പാരൻറ്റിങ്ങിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു പാരൻറ്റിങ് രീതിയാണ് പെർമിസീവ് പാരൻറ്റിങ് അല്ലെങ്കിൽ ലീനിയൻ പാരൻറ്റിങ്. പേര് പോലെ തന്നെ അവർ ഒരു ഈസി ഗോയിങ് പാരൻസ് ആണ്. അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. അവർ തൻ്റെ കുട്ടികളെ ആവോളം സ്നേഹിക്കും, കെയർ ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അതേപോലെ കുട്ടികൾക്ക് വിഷമുള്ള ഒരു കാര്യവും ചെയ്യാറില്ല. ഒരിക്കലും കുട്ടികളെ ക്രിട്ടിസൈസ് ചെയ്യോ കമ്പയർ ചെയ്യോ ചെയ്യില്ല. അപ്രീസിയേഷൻ ഇഷ്ടംപോലെ കൊടുക്കും. എന്നാൽ അവർക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരിക്കലും അവർ തൻ്റെ കുഞ്ഞുങ്ങളോട് നോ പറയില്ല. അതേപോലെ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അപ്പം തന്നെ വാങ്ങിച്ചു കൊടുക്കും, ചെയ്തു കൊടുക്കും. ആ കുടുംബത്തിൻ്റെ ഒരു ഗോള് തന്നെ കുട്ടികളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടമാണ്. അതേപോലെ തന്നെ അവർ ഒന്നിനും ഒരു നിയന്ത്രണം വയ്ക്കാറില്ല, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാറില്ല. അവർക്ക് എത്ര വേണമെങ്കിലും TV കാണാം, ഫോൺ നോക്കാം, ഉറങ്ങാം, കളിക്കാം. അതേപോലെ അവർക്ക് ഒരിക്കലും സങ്കടം കൊടുക്കാറില്ല, അല്ലെങ്കിൽ പ്രോബ്ലംസ് ഫേസ് ചെയ്യാനുള്ള ഒരു അവസരം ഒരിക്കലും കുട്ടികൾക്ക് കൊടുക്കാറുമില്ല. ഇതിൻ്റെയൊക്കെ ഔട്ട്കം കുട്ടികളിൽ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. നമുക്കറിയാം, സ്നേഹം ആവോളം കൊടുക്കുന്നത് മൂലം ഇത്തരം പാരൻസിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ വളരുന്ന കുഞ്ഞുങ്ങൾ വളരെയധികം സ്നേഹമുള്ള കുട്ടികളായിരിക്കും, കെയർ ചെയ്യുന്ന കുട്ടികളായിരിക്കും. അതേപോലെ അപ്രിസിയേഷൻ കിട്ടുന്നത് മൂലം പലപ്പോഴും അവരുടെ പല ഭാഗങ്ങളിലും അവർക്ക് ആത്മവിശ്വാസം കിട്ടുകയും ചെയ്യും. എന്നാൽ ചില പഠനങ്ങൾ പറയുന്നുണ്ട്, ഒരു അറ്റ്മോസ്റ്റ് അല്ലെങ്കിൽ ലോങ് ടേം ഒരു സെൽഫ് കോൺഫിഡൻസ് ഇത്തരം കുട്ടികളിൽ ഉണ്ടാവാറില്ല എന്നും പറയുന്നുണ്ട്. അതേപോലെ ഇമോഷൻസ് അല്ലെങ്കിൽ വികാരത്തിനെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് പലപ്പോഴും ഇവർക്ക് കിട്ടാറില്ല. കാരണം ചെറിയ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ പാരൻസ് പഠിപ്പിക്കുന്നില്ല. അതേപോലെ ഒരിക്കലും അവർ നോ കേൾക്കാത്തത് മൂലം എപ്പോഴെങ്കിലും പാരൻസോ അല്ലെങ്കിൽ സഹപാഠികളോ അല്ലെങ്കിൽ ഒരു ലവേഴ്സോ നോ പറയുമ്പോൾ അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റില്ല. പലപ്പോഴും നമുക്കറിയാം, പല ആത്മഹത്യയുടെയും പുറകിൽ അന്വേഷിച്ച് നോക്കിയാൽ എപ്പോഴെങ്കിലും മാതാപിതാക്കൾ ഫോൺ വാങ്ങിക്കൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ TV കാണിച്ചില്ല എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ സ്വന്തം കൂട്ടുകാരോടൊപ്പം പൂരത്തിനോ സിനിമയ്ക്കോ വിട്ടില്ല എന്നുള്ള ചെറിയ ചെറിയ കാരണങ്ങളായിരിക്കാം. പിന്നെ പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൊടുക്കാത്തത് കാരണം അവർക്ക് പ്രോബ്ലംസ് ഫേസ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ട്രെസ് മാനേജ് ചെയ്യാനോ ഇത്തരം കുട്ടികൾക്ക് ഒരിക്കലും കഴിയാറില്ല. അപ്പോൾ ഒരു പെർമിസീവ് പാരൻറ്റിങ് ആയിട്ടുള്ള ഒരു രീതിയിൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമായി നോ പറയേണ്ടവിടെ നോ തന്നെ പറയാൻ പഠിക്കുക. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എപ്പോഴും കുട്ടികൾക്ക് നോ നോ എന്ന് പറഞ്ഞ് വളർത്തുക എന്നുള്ളതല്ല. അങ്ങനെ എപ്പോഴും നോ പറയുന്ന ഒരു പാരൻ്റ് ആണെങ്കിൽ അത് കുട്ടികളുടെ ആത്മവിശ്വാസം കെടുത്തും. എന്നാൽ ചെയ്യണ്ട എന്നുള്ള സാധനം ചെയ്യണ്ടെന്ന് തന്നെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക, അതിനുള്ളൊരു അവസരം കൊടുക്കുകയും ചെയ്യാം. അടുത്തതായി, കുട്ടികളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാനുള്ളതല്ല പാരൻസ്. അതേപോലെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുമ്പോൾ അതിനൊരു സമയവും കൊടുക്കുക. ഇന്ന് വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ സാധിച്ചു കൊടുക്കാതെ അവരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സാവകാശം കൊടുത്ത് പതുക്കെ അത് ചെയ്തു കൊടുക്കുക. ഇതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ, ഒരു ഇമീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ എന്ന് പറയും. കുട്ടികൾ ആഗ്രഹിച്ച സാധനങ്ങളെല്ലാം അപ്പം തന്നെ കിട്ടുമ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ വീട്ടിന് പുറത്ത് എന്തെങ്കിലും ആഗ്രഹം അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ അവർ തളരാറുണ്ട്, അവർക്ക് ഫെയിലിയർ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ ഒരു സക്സസ് അവർ കിട്ടുന്ന അല്ലെങ്കിൽ അവർ ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടണമെന്ന് ഒരു വാശി പിടിക്കുന്ന ആൾക്കാരും ആയിരിക്കാം. അത് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ സങ്കടവും അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത, ആ ഒരു സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇത്തരം കുട്ടികൾക്ക് ഉണ്ടാവും. അടുത്തതായി, ബൗണ്ടറി സെറ്റ് ചെയ്യുക. എപ്പോഴും എത്ര സമയം കളിക്കണം, എത്ര സമയം പഠിക്കണം, എത്ര സമയം ഫോൺ നോക്കണം എന്നുള്ള എല്ലാ കാര്യത്തിലും കൃത്യമായി നേരത്തെ തന്നെ കുട്ടികളോട് കൂടെ ചേർന്ന് നമുക്ക് തീരുമാനമെടുക്കുകയും ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്തുകയും ചെയ്യാൻ നമുക്ക് കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കാം. പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കുട്ടികളെ ഫേസ് ചെയ്യാൻ പഠിപ്പിക്കുക. നമ്മൾ പുറകിൽ നിന്നും സപ്പോർട്ട് മാത്രം
ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നത് മൂലം കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് കുട്ടികൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം കുറേയധികം ആത്മവിശ്വാസമുള്ള, ഹാപ്പിയായ, പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പഠിക്കുന്ന, സ്നേഹമുള്ള കുറേ നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഹാപ്പി പാരൻറ്റിങ് ഓൾ. താങ്ക് യു ഓൾ ആൻഡ് ടേക്ക് കെയർ.